മഹാരാഷ്ട്രയിൽ ഇക്കുറി ഒരർത്ഥത്തിൽ ജീവൻ മരണ പോരാട്ടമായിരുന്നു. കാരണം NCPയുടെ പിളർപ്പ് അത് ശരത് പവാറിന്റെ കുടുംബത്തിൽ തന്നെയുള്ള പിളർപ്പായി മാറുന്നു. പിന്നീട് ശിവസേനയിലെ പിളർപ്പ്, അതിൽ രണ്ട് ഭാഗവും ഒന്ന് ഇന്ത്യ സഖ്യത്തിന് ഒപ്പം നിൽക്കുന്നു, മറ്റൊന്ന് NDAക്കൊപ്പം നിൽക്കുന്നു. ആ തരത്തിലേക്കാണ്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചെറിയ കുറവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ BJPക്ക് നേടാൻ കഴിഞ്ഞതിനേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ആത്മവിശ്വാസത്തിന് തെല്ലും കുറവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് പ്രതീക്ഷകൾ, വിലയിരുത്തലുകൾ? അനുജ, കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പ് ഫലപ്രകാരം NDAക്ക് ആകെയുള്ള 48-ൽ 41 സീറ്റ് നേടാൻ കഴിഞ്ഞിരുന്നു. അന്ന് BJP 23 സീറ്റുകൾ വിജയിച്ചു. അന്നൊപ്പം ഉണ്ടായിരുന്ന ശിവസേന 18 സീറ്റുകളിലും വിജയിച്ചു. പക്ഷേ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ആ സഖ്യത്തിൽ നിന്ന് ശിവസേന വിട്ടുപോയി. പിന്നീട് 3 പാർട്ടികൾ ചേർന്നുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നു. ആ സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ട് ശിവസേനയിൽ പിളർപ്പുണ്ടാകുന്നു. പിന്നീടുണ്ടായ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ BJPക്ക് NDA മുന്നണി എന്നുള്ള നിലയ്ക്ക് അന്നത്തെ ആ സംഖ്യയിലേക്ക് 41 എന്ന സംഖ്യയിലേക്ക് എത്താൻ കഴിയില്ല എന്നതാണ് ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. പക്ഷേ BJPക്ക് അവർക്ക് ഒറ്റയ്ക്ക് വ്യക്തിഗതമായൊരു നേട്ടം ഉണ്ടാകുന്നുണ്ട് എന്നതാണ് പല എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ 23-നടുത്തോ അല്ലെങ്കിൽ 23-നേക്കാൾ കൂടുതലോ സീറ്റുകളിൽ BJPക്ക് വിജയിക്കാൻ കഴിയും എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് BJPക്ക് മുന്നണി എന്നുള്ള നിലയ്ക്ക് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം MP-മാരെ സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവർക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ തവണത്തെ പോലെ നൽകാൻ കഴിയില്ലെങ്കിലും ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒറ്റയ്ക്ക് അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാകുന്നില്ല എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ശിവസേനയിൽ ആരാണ് യഥാർത്ഥ ശിവസേന എന്ന ചോദ്യത്തിന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ അത് ഉദ്ധവ് വിഭാഗത്തിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട്. ദേശീയ തലത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ BJPക്ക് അനുകൂലം, NDA മുന്നണിക്ക് അനുകൂലമാണെങ്കിൽ സംസ്ഥാന തലത്തിൽ നടന്ന എക്സിറ്റ് പോൾ, ഇപ്പോൾ TV9, പോൾസ്റ്റാറ്റ് പോലെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്കാണ് വലിയ മുൻതൂക്കം നൽകുന്നത്. അതിൽ തന്നെ ഉദ്ധവിന് നേട്ടമുണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഷിൻഡേക്കൊപ്പം 13 MP-മാരുണ്ട്. അത്രയും MP-മാരെ ജയിപ്പിക്കാൻ ഷിൻഡേക്ക് കഴിയില്ല എന്നതാണ് നിലവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ പാതി പോലും വിജയിക്കാൻ കഴിയുമോ എന്ന കാര്യം പല എക്സിറ്റ് പോളുകളും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ അത് ഉദ്ധവ് വിഭാഗത്തിന് നേട്ടമാകും. ശരത് പവാർ ക്യാമ്പിലും ഇതേ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം എക്സിറ്റ് പോൾ ഫലത്തിന് ശേഷം കാണാൻ കഴിയുന്നുണ്ട്. 99-ൽ പാർട്ടി രൂപീകരിച്ചതിന് പിന്നീട് ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ എടുത്ത ഒരു 9 സീറ്റിനപ്പുറത്തേക്ക് NCPക്ക് സംസ്ഥാനത്ത് നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഇത്തവണത്തെ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായിട്ട് പോലും എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഒരുപക്ഷെ 4 മുതൽ 6 സീറ്റ് വരെ NCPക്ക് നേടാൻ കഴിഞ്ഞേക്കുമെന്നതാണ്. അതായത് ശരത് പവാർ വിഭാഗത്തിന് കിട്ടിയേക്കുമെന്നതാണ്. അജിത് പവാർ പക്ഷത്തിന് ഒരൊറ്റ സീറ്റ് പോലും കിട്ടാതെ ഇരുന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട എന്നതാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകൾ പറയുന്നത്. മണ്ഡലം തിരിച്ചുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരുന്നു. അതിൽ ശരത് പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗവും നേരിട്ട് മത്സരിക്കുന്ന ബാരാമതി, ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ, അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര, ഇവിടെയും സുപ്രിയയ്ക്ക് അനുകൂലമായാണ് എക്സിറ്റ് പോളുകൾ ഫലം പറയുന്നത്. അങ്ങനെയെങ്കിൽ ശരത് പവാർ ക്യാമ്പിലും ഒരു ആത്മവിശ്വാസമൊക്കെ പ്രകടമാണ്. എന്നാൽ പോലും സംസ്ഥാനത്ത് ആകെ തുക ചിത്രമെടുക്കുമ്പോൾ NDA മുന്നണിക്ക് തന്നെയാണ് മുൻതൂക്കം. പക്ഷേ 48 MP-മാർ പോകുന്ന സംസ്ഥാനത്ത് അവരെ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ സംഖ്യയിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞേക്കുമെന്നുള്ള ആത്മവിശ്വാസം മറുവിഭാഗത്തിൽ ഇന്ത്യ മുന്നണിക്കുള്ളിലും കാണാം. ഏതായാലും കോൺഗ്രസ് നേതാക്കളുടെ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഈ എക്സിറ്റ് പോളുകളല്ല, അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ വിധിയെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്, അതാണ് യഥാർത്ഥം എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അനുജ, അത് NCPയെ സംബന്ധിച്ച്, ശിവസേനയെ സംബന്ധിച്ചൊക്കെ വളരെ നിർണായകമാണ്. ഏതായാലും നിലവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന കഴിഞ്ഞ തവണത്തെ അത്ര മേൽക്കൈ BJPക്ക് അവിടെ ഉണ്ടാകില്ലെങ്കിൽ പോലും അവർക്ക് നല്ല നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്.